ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ക്യാബേജ്, അതുപോലെ കക്കിരിക്ക, അതുപോലെ ഒരു സവാളയുടെ കഷ്ണം, അതുപോലെ ഒരു തക്കാളിയുടെ കഷ്ണം കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ ഒരു പൾപ്പ് ഒഴിവാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി പുഴുങ്ങിയ കോഴിമുട്ട ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടിയിട്ട് മുട്ടയുടെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് മയോണൈസാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളതോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മയോണൈസിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല. ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഗാർലിക് സോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മയോണൈസ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഗാർലിക് സോസും കൂടെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പകുതിയായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കേട്ടോ. മയോണൈസിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളകൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്യണ നിർബന്ധമൊന്നുമില്ല, സൈഡ് വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു തവയിലോ പാനിലോ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ഒക്കെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടറാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഈ ഒരു തവ ചൂടാക്കിയിട്ട് ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. 2 ഭാഗം നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയിട്ട് കൂടുതൽ സമയം നിങ്ങൾ വെക്കരുത് കേട്ടോ. അത് പിന്നെ ഒരു വെള്ളം പോലെ ആയിപ്പോവും, ലൂസായി പോവും. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. ഫുൾ സ്ലൈസ് തന്നെ നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട വെജിറ്റബിൾസിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ പെട്ടെന്ന് തന്നെ ലൂസായി പോകട്ടെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത സ്ലൈസ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഇനി നമ്മൾ കൂടുതൽ സമയം വെക്കരുത് കേട്ടോ. ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ക്രിസ്മസ് പോണിന് മുമ്പ് തന്നെ നമുക്കിത് സെർവ് ചെയ്യണം, എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.